ശെൽവമണി ശെൽവരാജ് സംവിധാനം ചെയ്ത കാന്ത 2025 നവംബർ 14 തിയേറ്ററുകളിൽ റിലീസായിട്ടുള്ള ദുൽഖർ സൽമാന്റെ കാന്ത ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് കണ്ടത്. അപ്പോൾ ഈ വീഡിയോ ആ ഒരു സിനിമയെ പറ്റിയിട്ടാണ്. വെൽക്കം ബാക്ക് ടു ജോട്ട് SP K. ഒരു പീരിയഡ് മിസ്റ്ററി ഡ്രാമ ത്രില്ലർ എന്നാണ് കാന്തയെ അതിന്റെ മേക്കേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി. കാരണം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ജോൺറയാണത്. മഹാനടി പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ നമ്മളുടെ മലയാളത്തിൽ സെല്ലുലോയിഡ് പോലെയുള്ള സിനിമകൾ. തീർച്ചയായിട്ടും മഹാനടിയും സെല്ലുലോയിഡ് ഞാനിവിടെ പറയാൻ കാരണം സിനിമയെ പറ്റിയിട്ടുള്ള പീരിയോഡിക് സിനിമകളായിരുന്നു ഈ രണ്ടും. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ കൂടി എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ചാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ആ ഒരു സിനിമയ്ക്കകത്തുള്ള സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ആ രണ്ട് കഥാപാത്രങ്ങൾ ദുൽഖർ സൽമാന്റെയും സമുദ്രകന്യയുടെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫ്യൂഡ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി. ഇതിനിടയ്ക്ക് വന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത് ഭാഗ്യശ്രീ ബോർസെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നായികയാണ്. ഭാഗ്യശ്രീ ബോർസെ ഒരു പക്ഷേ മലയാളികൾക്ക് അത്ര ഭയങ്കര വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പുള്ളിക്കാരി അത്യാവശ്യം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. തെലുഗു ഫിലിംസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഭാഗ്യശ്രീ ബോർസയെ നന്നായിട്ട് അറിയാം. അപ്പം ഈ സിനിമയിൽ ഞാൻ ശരിക്കും കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്ത 2 അല്ലെങ്കിൽ 3 പെർഫോമൻസസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദുൽഖർ സൽമാൻ, ഭാഗ്യശ്രീ ബോർസെ ആൻഡ് സമുദ്രകനി, ഇവർ 3 പേരുമാണ്. ശരിക്കും വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു. എനിക്ക് ലെങ്തി ആണെങ്കിൽ പോലും ആ ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് തന്നെ ഞാൻ കണ്ട് എൻജോയ് ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം കഥയുടെ ആ ഒരു സെറ്റിങ്ങും ആ ഒരു ജോണർ തന്നെ മാറുകയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് സിനിമയുടെ കഥ മുമ്പോട്ട് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ റാണ ദഗുപട്ടിയുടെ ക്യാരക്ടർ വരുന്നു. അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റാണയുടെ റോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയറക്ടർ ആ സിനിമയിലൂടെ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഒന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കഥയും ക്ലൈമാക്സും ഒക്കെ നമുക്ക് വളരെ മുൻപേ തന്നെ മനസ്സിലാകുന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ഈ സിനിമയുടെ ഏറ്റവും ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് വരുന്നത് ഈ സെക്കൻഡ് ഹാഫിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ദുൽഖർ സൽമാൻ എന്നുള്ളൊരു ആക്ടർ, ദുൽഖറിൻ്റെ ഉപ്പ, അതായത് മമ്മൂക്ക നമ്മളോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞാൻ എന്നെ സ്വയം തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണെന്നാണ്. ഇതേ കാര്യം നമുക്ക് ദുൽഖറിൻ്റെ ഈ സിനിമയിലെ പെർഫോമൻസിൽ കാണാൻ പറ്റും. കാരണം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയം എത്രത്തോളം ആ നടനെ വളർത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. കാരണം വളരെ നല്ലൊരു പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും ദുൽഖറിൻ്റെ പെർഫോമൻസ് ഇതിനു മുമ്പ് ഇത്തരം സിനിമകളിൽ, പ്രത്യേകിച്ചും മഹാനടിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആണ്. ഈ സിനിമയിലേക്ക് വരുമ്പം പല ആളുകളും പല റിവ്യൂസിലും പറയുന്നത് കണ്ടു കരിയർ ബെസ്റ്റ്, അത് അങ്ങനെയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടുന്ന രീതിയിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ദുൽഖർ സൽമാൻ്റെ. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമുദ്രകനിയുടെയാണ്. കാരണം സമുദ്രകനി എന്നുള്ളൊരു നടൻ എത്രത്തോളം മികച്ചൊരു നടനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ സിനിമയിൽ ദുൽഖർ അത്രയും എക്സ്ട്രോർഡിനറി ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സമുദ്രകനിയുടെ പെർഫോമൻസും കൂടിയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഭാഗ്യശ്രീ ബോർസെ ഒരു ഷോ പീസ് അല്ല ഞാൻ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പുള്ളിക്കാരി ഈ സിനിമയിൽ തെളിയിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ രവി തേജയുടെ ഒരു സിനിമയ്ക്കകത്ത് പുള്ളിക്കാരിയെ യൂസ് ചെയ്ത രീതിയൊക്കെ വളരെ ക്രിട്ടിക്കലി കണ്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഈ സിനിമയിൽ ആ ഒരു ആക്ട്രസിലെ നടിയെയാണ് ഡയറക്ടർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ VFX തുടക്കത്തിന് എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് ഫീൽ ആയില്ല. CGI, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മ്യൂസിക്കും ഈ പറയുന്ന പോലെ ഭയങ്കര സംഭവമായിട്ടൊന്നും ഇല്ലെങ്കിലും ആ സിനിമയുടെ മൂഡിനോട് ചേർന്ന് പോകുന്ന മ്യൂസിക് തന്നെയാണ്. പിന്നെ ജേക്സ് ബിജോയുടെ സ്കോറിങ്, ഒരിക്കലും സ്കോറിങ് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ് ആണ് എന്നുള്ളത് വളരെ ലൗഡായിട്ട് നമ്മളോട് പറയാത്ത രീതിയിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആ സ്കോറിങ് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ എന്നോട് പറയാനുള്ളത്, ഒരു പക്ഷേ ദുൽഖർ സൽമാൻ ഫാൻസിന് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. കാരണം ഇതൊരു കൊച്ചു സിനിമയാണ്. കാര്യമായിട്ടുള്ള ഹാപ്പനിങ്സ് മൊത്തം നടക്കുന്ന ഒരു സ്റ്റുഡിയോയ്ക്കകത്താണ്. ഒരുപാട് വലിയ ബജറ്റൊന്നും ഇല്ലാത്തൊരു സിനിമയാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ ദുൽഖർ സൽമാനും റാണ ദഗുപട്ടി ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. സോ നാച്ചുറലി വലിയൊരു ബജറ്റൊന്നും ഈ സിനിമയ്ക്കില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു തിയേറ്ററിക്കൽ റൺ കിട്ടിയാൽ ഈ സിനിമ നല്ലൊരു വിജയമായിട്ട് മാറും. അങ്ങനെ ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് എപ്പിസോഡ്. ദിസ് ഇസ് ജോട്ട് SP K സൈനിങ് ഓഫ്.